ഗൈസ്, ലാസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞങ്ങൾ കോയമ്പത്തൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആൻറ്റിമാരും കൊച്ചച്ഛനും എല്ലാവർക്കും കൂടെ ഒരു സർപ്രൈസ് വിസിറ്റ് അങ്ങ് തന്നു കേട്ടോ. ആക്ച്വലി എന്നോടത്ത് പറഞ്ഞത് ബിന്ദു ആൻറ്റിയും കണ്ണനുണ്ണിയും മാത്രമേ എറണാകുളത്ത് നിന്ന് വരുന്നെന്നായിരുന്നു പറഞ്ഞിരുന്നത്. രാവിലെ 3:30 പോയി കതവ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ദൈവമേ 8 പേര് ഇൻക്ലൂഡിങ് അമ്മ വന്ന് നിൽക്കുക കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി, ഇവരാരും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മൾ വന്നു, രാവിലെ തൊട്ട് ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് രാത്രി തന്നെ നമ്മളൊരു പടത്തിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ബാക്കിയൊന്നും എനിക്ക് ആക്ച്വലി ഷൂട്ട് ചെയ്യാനുള്ളൊരു ഞാൻ റിയലി ഷോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പടത്തിന് പോകാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും കാറിപ്പോൾ ഞാനും കണ്ണനുണ്ണിയും ബൈക്കിൽ പോവുക. കാരണം ഫുഡ് മേടിച്ച് വെച്ചത് വരാൻ ഡെലിവറി ആവാൻ ടൈം ആവുന്നുണ്ട്. അവരോട് ആദ്യമേ പോകാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും കണ്ണനുണ്ണിയും കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ചിട്ടില്ല, ബൈക്കായതുകൊണ്ട് കറക്റ്റ് ടൈമിന് എത്തിയില്ലെങ്കിൽ നമ്മൾ താമസിച്ചു പോയേനെ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഡ്യൂഡാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നടക്കുന്നതെന്ന് പറയുന്നത് ദീപാവലിയുടെ തലേന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ദീപാവലിയുടെ നല്ല അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് കുത്തിയിരുന്നത് എടുക്കുന്ന ഒരു ഷോട്ട് കണ്ടപ്പോൾ അതൊക്കെ എടുക്കണം തോന്നി. എന്നിട്ട് ഈ വീഡിയോ കൊണ്ട് കളയുകയും ചെയ്തു പുള്ളിക്കാരുത്തി. അവസാനം ഞാനെടുത്ത ഈ വീഡിയോ ആണ് പുള്ളിക്കാരുത്തിക്ക് കൊടുത്തത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് സ്റ്റാറ്റസ് ഹാപ്പി ദീപാവലി ഇടാനാന്ന് പറഞ്ഞിട്ടൊക്കെ കഷ്ടപ്പെട്ട് എടുത്തതാണ്. അങ്ങനെ നമ്മൾ പടം കാണാൻ വേണ്ടി കയറാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറാൻ പോകണം കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സീസണിങ് ചെയ്യേണ്ടതെന്നാണ്. ഇങ്ങനെയാണ് സീസണിങ് മിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ പടമൊക്കെ കണ്ട് ഇറങ്ങുവാണ് കേട്ടോ. നല്ല കിഡിലും പടമായിരുന്നു. എന്നുവെച്ചാൽ ഒരു ഫൺ മൂവി. നമുക്കൊരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ദുഃഖം തോന്നത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ മൂവി കണ്ട് ഇറങ്ങുമ്പോഴൊരു സമാധാനം, ഈ ദുഃഖിച്ച് കരഞ്ഞ് മേ ബി വലിയ കഥയും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും, എന്നാലും ഒരു ഫൺ മൂവിയായിരുന്നു കേട്ടോ. എന്തിനും മനുഷ്യനാണ് നിങ്ങള്. അമ്മയ്ക്ക് പടം ഇഷ്ടമായ? ആൻറ്റി പടം ഇഷ്ടപ്പെട്ടോ? പൊളിയായിരുന്നു. പിന്നെ ഓക്കെ ഓക്കെ. കൊച്ചനോ? പടം ഇഷ്ടപ്പെട്ട നായകൻ മറ്റേ കാണാൻ വലിയ ഗ്ലാമർ ഒന്നും ഇല്ലെങ്കിലും ധനുഷിന്റെ കുറച്ച് ആക്ഷനൊക്കെ അവന്റെ മുഖത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടില്ലേ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല കിടിലം മഴ പെയ്യുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഹെൽമെറ്റൊക്കെ നനഞ്ഞ് കുതിർന്നൊരു പരുവായിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ഉണക്കിയൊക്കെ കേട്ടോ എടുത്തത്, കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ഇതെല്ലാം ഫണ്ടുണ്ടെങ്കിൽ പോലും രാത്രി വന്നിരുന്ന് പണിയെടുക്കേണ്ട ഗതികേടാണ്. കാരണം ഞാനിന്ന് ജോലി ചെയ്യണമായിരുന്നു. അപ്പോൾ എല്ലാവരും രാവിലെ വെളുപ്പിന് 3:30 തൊട്ടുള്ള ഉറക്കം പെൻഡിങ് കിടക്കും എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഈ വീടെന്ന് പറയുന്നത് ഒരു 1 BHK വീടാണ് കേട്ടോ. നമ്മളിപ്പോൾ കോയമ്പത്തൂർ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും കൂടെ ഒന്ന് കിടക്കാൻ തന്നെ സൗകര്യമില്ല, എന്നാലും എല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ടുണ്ടല്ലോ, ഇത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ചേട്ടായിയും കൊച്ചച്ഛനും ആൻറ്റിമാരും കൂടെ ഒരിടത്തൊരു കൊച്ചച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ക്ലോത്തിങ് സംഭവം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവരങ്ങോട്ട് പോകും. അപ്പോൾ ബാക്കി ഞാനും കണ്ണനുണ്ണി ഇതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. കൊച്ചച്ഛൻ ഇന്നലത്തെ ഡ്യൂഡിൻ്റെ ഹാങ് ഓവറിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലിരുന്ന് ഓരോ ഫാഷൻ ഷോയൊക്കെ കണ്ടിട്ട് കിങ്ങണിയുടെ ഡയറക്ഷൻ കേട്ടോ. ഫാഷൻ ഷോയും ഇപ്പോൾ നടന്നില്ലേ, അതിൻ്റെയൊക്കെ ഫാഷൻ ഷോ ഒക്കെ നടക്കുകയാണ്. അമ്മയാണ് ഇന്നത്തെ മെയിൻ ഷെഫ് എന്ന് പറയാം. അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നത് ഞങ്ങൾ മീൻകറിയൊക്കെ മേടിക്കണം. അപ്പോൾ ഇപ്പം മീൻകറി മേടിക്കണമെന്നല്ല, മീൻ മേടിക്കണം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു കേട്ടോ. ഇപ്പോൾ വണ്ടിയിൽ നമുക്ക് കുക്ക് ചെയ്യണം, വെള്ളം കൊണ്ടുവരണം, അങ്ങനെ കുറേ ടാസ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫുഡ് അടി, വേസ്റ്റ് ഇടക്കം, അങ്ങനത്തെ പരിപാടികളൊക്കെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മെയിൻ ടൈമിൽ ആൻറ്റിമാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 hours ഡിസ്റ്റൻസിലാണ് കേട്ടോ അവർ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ അവരൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇറങ്ങിയോണ്ട് അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ ഇറങ്ങിയതാണ്. ബിന്ദു ആൻറ്റിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോഗ്രാഫർ. പുള്ളിക്കാരത്തി എല്ലാം ഷൂട്ട് ചെയ്ത് എനിക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിന്ദു ആൻറ്റി എല്ലാം എനിക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇഡ്ഡലി, ദോശ, അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെ.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇവർ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ല കിടിലൻ സാരീസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻറ്റിയൊക്കെ ഒരു പുതിയ ഒരു ബിസിനസ്, ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. സാരിയുടെയാണ്, നല്ല കിടിലൻ സാരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ അതിനകത്തൊന്ന് കയറിയിട്ടൊന്ന് നോക്കണം കേട്ടോ. നല്ല നല്ല സാരീസൊക്കെ ഉണ്ട്. അപ്പോൾ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ളവരൊക്കെ സാരി മേടിക്കാൻ നോക്കുക. അപ്പോൾ ഇത് അവർ സാരി കടയിൽ വന്നിട്ട് ബിന്ദുവാൻറ്റിക്ക് നല്ല കിടിലൻ സെലക്ഷനാണ് കേട്ടോ പണ്ട് തൊട്ടേ. അപ്പം ബിന്ദുവാൻറ്റിയാണ് മെയിൻ സെലക്ടിങ് പേഴ്സൺ. അപ്പം ഞാനൊരു സാരി പേഴ്സണേ അല്ല കേട്ടോ, എന്ന് വെച്ചാൽ എനിക്ക് ഉടുക്കാറിനൂടെ, അതാണ് മെയിൻ കാര്യം. ഞാൻ എപ്പോഴും സാരി ഉടുക്കാറില്ല. എനിക്ക് ആകെ ഉള്ള സാരി എന്ന് പറഞ്ഞാൽ കല്യാണ സാരിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്നതൊക്കെ ഒരു പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. എഗെയിൻ ബാക്ക് ടു നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കിങ്ങാമും ഓരിയോ കൂടെ മീൻ മേടിക്കാൻ പോവാണ്. അപ്പോൾ ഓരോയെ വീട്ടിൽ തന്നെ അമ്മയുടെ കൂടെ വിടണ്ടെന്ന് വിചാരിച്ച്, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ കുക്ക് ചെയ്യല്ലേ, അപ്പോൾ അവൻ കാലിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കും, അപ്പോൾ ഒരു പ്രശ്നം, ഒരു കുഴപ്പം വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും ആ കിങ്ങാമും കൂടെ മീൻ മേടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഓരിയെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ആകർഷമാണ്, അട്രാക്ഷൻ ആയിരുന്നു കേട്ടോ അവനെ കാണുമ്പോൾ. ആരടാ ഇവൻ മീൻ മേടിക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ഇവിടുത്തെ മീൻ മേടിക്കുന്ന സിസ്റ്റം തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മീനിൻ്റെ ഒരു കട നമ്മൾ വന്നതിൻ്റെ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ അകത്തുനിന്ന് മേടിക്കുക, പുറത്ത് ക്ലീനിങ് സെക്ഷനിൽ കൊണ്ടുവരിക, അതിനുശേഷം വേറൊരു പാക്കിംഗ് സെക്ഷൻ ഉണ്ട്, അവർ ഈ കട്ട് ചെയ്ത മീനെല്ലാം ഒരു കവറിലിട്ട് തരും. അപ്പോൾ ആ നേരത്ത് നമ്മൾ തിരിച്ചു വന്നു, അമ്മ എന്തൊക്കെയായി എന്നൊക്കെ നോക്കാം കേട്ടോ. തോരന് പൊടിക്കുന്നതിന് വേണ്ടി അരിഞ്ഞു വെച്ചു. പുളിശ്ശേരി മീൻ കറി വെക്കണം, പുളിശ്ശേരിക്ക് വേണ്ടി അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ. ഓരോ മീനൊക്കെ മേടിക്കാൻ വന്നിട്ട് ഒരു തളർന്നൊരു കിടത്ത കണ്ടാത്തോന്നും പുള്ളിക്കാരനാണ് നമുക്ക് മീൻ വെട്ടിയതും കഴിവിയതും എല്ലാം അവനാന്ന് നമ്മൾ വിചാരിക്കും. ഞാൻ ഇന്നും വർക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ഓഫീസിൽ ഇഷ്ടം പോലെ ജോലി ചെയ്യേണ്ട, എല്ലാം മോസ്റ്റ് ഓഫ് ദ ഡേ ഇപ്പോൾ വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ സിന്ദൻ്റെ ഷാളെടുത്ത് ഓറിയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനുണ്ടായതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക, എൻ്റർടൈൻമെൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, ഓടിത്തുള്ളി വരും, ഫുട്ബോൾ പോലെ. ഇതാണ് കേട്ടോ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഇന്നത്തെ ഫുഡ്. ലഞ്ച് എന്ന് പറഞ്ഞാൽ തനി നാടൻ പുളിശ്ശേരി, തോരൻ, അച്ചാർ, മീൻകറി, ഇതൊക്കെ വേണമെന്നാണ് സിന്ധുവാൻറ്റി പറഞ്ഞത്. അതുകൊണ്ട് അമ്മ അതേപോലെ തന്നെ ചെയ്തു വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഐസ്ക്രീം ഇങ്ങനെ വെട്ടുന്നത് ഭയങ്കര അടിപൊളിയാണ്, ഈസിയാണെന്ന് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ട് അതനുസരിച്ച്, ഇൻസ്റ്റാഗ്രാമാണോ ഷോർട്സ് ആണോ എന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ക്ലീൻ ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ മുന്നേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആദ്യം കൂടെടുക്കണം, അതിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു ബോക്സിൽ ഇടണം, ഇങ്ങനത്തെ ഓരോ ടാസ്കുകളുണ്ടല്ലേ. ഇതങ്ങനൊന്നുമില്ല കേട്ടോ. വെട്ടുക, സെർവ് ചെയ്യേണ്ട സമയത്ത് ആർക്കാണോ ഏതാണോ വേണ്ടത് അത് വെട്ടുക, ഇതേപോലെ കുത്തി അങ്ങോട്ടിടുക. വളരെ ഈസി ആൻഡ് ക്ലീൻ. നല്ലതല്ലേ? എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു വാനില, ഒരു ചോക്ലേറ്റൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ആൻറ്റിമാരെത്തിയിട്ടുണ്ട്. അവർ വിശന്ന് വലഞ്ഞാണ് വന്നത് കേട്ടോ. കാരണം സമയം ഒരു 3-3:30 ആയിട്ടുണ്ട്. അവർ നന്നാ വിശന്നാണ് വന്നേ. കാരണം നമുക്കിനി ഇന്നൊരു പ്ലാൻ ഉണ്ട്, നമുക്കിന്ന് വൈകിട്ട് റെഡിയായിട്ട് ഈശയിൽ പോകണം. അപ്പോൾ ഇവർ വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡി ആയിരിക്കണമെന്നായിരുന്നു ഇവർ പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഓരോരുത്തർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഈശയിൽ പോകാനുള്ള പ്ലാനാണ്. എല്ലാവരും കൂടെ ഒരു കാറിൽ കയറാത്തതുകൊണ്ട് നമ്മൾ ഇന്നൊരു കാർ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഒബ്വിയസ്ലി തമിഴ് പേഴ്സൺ ആണല്ലോ. കൊച്ചച്ഛൻ റൂട്ട് മലയാളമുള്ള തമിഴ് പറഞ്ഞ് പുള്ളിക്കാരനെ തെറ്റിച്ചൊരു വഴിയാക്കി. അവസാനം എന്തായാലും പുള്ളിക്കാരൻ ഏതോ ഒരു വിധത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈശയിലോട്ട് പോവുകയാണ് കേട്ടോ. പണ്ട് കൊച്ചുനാളിലാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഈ ഒരു ഗ്യാങ് എപ്പോഴും ഇതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ചുനാളിൽ ഇവരെല്ലാവരും എറണാകുളത്തായിരുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ സമയമാകുമ്പോൾ ഫസ്റ്റ് വെക്കേഷനിൽ ആയ ഉടനെ നെക്സ്റ്റ് ഡേ ഞാൻ ആൻറ്റിയുടെ അടുത്ത് പോവും. അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ തീരാറാകുമ്പോഴത്തേക്ക് അമ്മ മോനിനെയും കൊണ്ടുവരും. മോന് കുറച്ചുകൂടെ കുഞ്ഞല്ലേ, അപ്പം അവനെയും കൂട്ടിയിട്ട് വരും. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോയിട്ട് തിരിച്ച് വെക്കേഷൻ തീരുന്നതിൻ്റെ തലേന്ന് വരും. അപ്പോൾ അതൊരു എന്താ പറയുക, ആ ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് വന്നുകൊണ്ടിരുന്നത്. വീണ്ടും അത് തന്നെ ചെയ്യുന്ന പോലത്തെ. അന്നൊക്കെ കണ്ണനുണ്ണി കുഞ്ഞാണ്, കിങ്ങിണി ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്ക് കണ്ണനുണ്ണി കരയും, ഞങ്ങൾ മിസ് ചെയ്യുന്നതിൻ്റെ. ഞാനും അതുപോലെ അവിടെ നിന്ന് ബസ്സിൽ കയറി അവിടെ തൊട്ട് എറണാകുളം ടു കൊല്ലം വരെ വിഷമിക്കും, കരയും, മിസ് ചെയ്യും. അങ്ങനത്തെ ഒന്ന് സങ്കടം ഇവരെ വിട്ട് പിരിഞ്ഞ് വരുന്നതിൻ്റെ, രണ്ടാമത്തെ സങ്കടം വെക്കേഷൻ തീർന്നല്ലോ, മൂന്നാമത്തെ സങ്കടം നാളെ സ്കൂളിൽ പോകണമല്ലോ. ഇങ്ങനത്തെ കുറേ ദുഃഖങ്ങളാണ്. എന്തുവായാലും ഈ പോകുന്ന റൂട്ട് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ടോട്ടലി 50 മിനിറ്റ്സ് ഉണ്ട് ഇവിടുന്ന്.
അപ്പോൾ ഞാൻ ഈഷയെ പോകുന്നതിൻ്റെ അവിടുത്തെ നൈറ്റ് ഷോയുടെയൊക്കെ ഫുൾ ഇത് ഒരു വീഡിയോ ആയിട്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട് കേട്ടോ, ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് നൈറ്റ് ഷോയുടെ ഫുൾ ഡീറ്റെയിൽ ഒന്നും ഇതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ കാണേണ്ടവർ അത് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഈഷയുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം അവരുടെ കാർ ഓൾറെഡി നമ്മുടെ പുറകെ വരുന്നുണ്ട്, നമ്മൾ മുന്നേ പുറകെയായിട്ട്. അപ്പം അത് പുറത്തുനിന്നുള്ള കാറായതുകൊണ്ട് തന്നെ വേറെ പാർക്കിംഗ് ആണ്, നമ്മുടെ അത് വേറെ പാർക്കിംഗ് ആണ്. ഇതെന്ന് വെച്ചാൽ മൊത്തത്തിൽ മലയൊക്കെ ആയിട്ട് കാണാൻ തന്നെ ഒരു വേറെ ലെവലാണ് കേട്ടോ ഈഷ ഫൗണ്ടേഷൻ. നമ്മൾ ഇതിനു മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്, ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ഞാനും ചേട്ടായും വരുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ നമുക്ക് ഈ രാത്രിയുള്ള പരിപാടിയുടെ ഈ നൈറ്റ് ഷോയുടെ ലേസർ ഷോയുടെ സംഭവം അറിയായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ് അതൊരു കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. വെറുതെ വന്നിട്ട് കണ്ടിട്ട് പോകുന്നതിനെക്കാട്ടി ആ ലേസർ ഷോ കാണാൻ പറ്റിയ ഒരു വേറൊരു ഫീല് തന്നെ കേട്ടോ അത്. പെട്ടെന്ന് അതൊക്കെ കാണുമ്പോഴേ, ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, കുരുത്തിരിക്കുന്ന ഫീൽ ഉണ്ടാകത്തില്ലേ, എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ നല്ലതാണ്. അവിടുത്തെ കട്ടൗട്ടിൽ കാണാൻ തന്നെ ഒരു ഒരു ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു വേറെ ലെവൽ ഫീലിംഗ് ആണ് കേട്ടോ, വലിയ ശിവൻ്റെ പ്രതിമ കാണുന്നത് തന്നെ. ഇവിടുത്തെ ബാക്കി എല്ലാം കൊള്ളാം കേട്ടോ, പക്ഷേ ഈ ഗ്രൗണ്ട് ഫുള്ള് പൊതഞ്ഞു പോവുകയാണ്, ഫുള്ള് ചെളിയാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെ സ്പീഡിൽ ആക്സിലേറ്റർ വിട്ടിട്ട് കയറി പൊക്കോളൂ എന്ന് പറയും, ഇല്ലെങ്കിൽ നമ്മൾ പൊതഞ്ഞു പോകും കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നല്ലതായിട്ട് ആക്ച്വലി നമ്മൾ പെട്ടെന്ന് പറയാം, ഈവൻ നടക്കാൻ പോലും പാടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു സുവനിയർ ഏതെങ്കിലും ഉണ്ടോ, ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കയറിയത്, പക്ഷേ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല അവിടെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശിവൻ്റെ വിഗ്രഹം പോലെ മേടിക്കേണ്ടി വരും. എന്തുവരെ ഞങ്ങൾ വിചാരിച്ചൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ നേരത്തെ കണ്ണനൊക്കെ വേറൊരു സ്ഥലത്ത് അവർ ഓൾറെഡി മുന്നോട്ട് നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ നിന്നത് ഒരിടത്ത്, അവർ നിന്നത് ഒരിടമായിപ്പോയി. എന്തായാലും ലാസ്റ്റ് നമ്മൾ എല്ലാ കൂട്ടരും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാനാണ് കേട്ടോ, ഞാൻ വിചാരിച്ച അമ്മ മുന്നേ പോയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നേരം വഴി തെറ്റി കുറേ നേരം കിടന്നു എന്താ പറയുക ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന. അവസാനം എല്ലാവരെയും കണ്ടുപിടിച്ച് നമ്മൾ ഗ്രൗണ്ടിലിരുന്നിട്ട് ലേസർ ഷോ 7 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ് അത് കാണാൻ. അപ്പോൾ നമ്മൾ ആരും ചായ കുടിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കണമെന്നൊരിതുണ്ടായിരുന്നു. പക്ഷേ ചായയുടെ ക്യൂ എന്ന് പറയുന്നൊരു വമ്പൻ ക്യൂ ആണ്. പിന്നെ നമ്മൾ വിചാരിച്ചിരുന്നാൽ ശരി കണ്ണനെയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഒന്നിച്ച് ചായ കുടിക്കാം എന്ന പ്ലാനിലാണ് പിന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 2 കൂട്ടുകാരും ഒന്നിച്ച് കൂടിയിട്ട് അതിനുശേഷം കുറേ ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ സ്റ്റോൾ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കിങ്ങാമൂൻ്റെ ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ് കണ്ണനുണ്ടി, ബർത്ത്ഡേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. അവളെ കളിയാക്കി കൊല്ലുമായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ ചായയും കോഫിയും രണ്ടും കിട്ടും, ചായയും കിട്ടും കോഫി കിട്ടും, അതേപോലെ സ്നാക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒരു ഗ്രൗണ്ടിലിരുന്നു, പക്ഷെ ബാക്കിലൊരു എന്താ പറയുക ഒരു പശു ഉണ്ടായിരുന്നു കേട്ടോ. അവൻ നമ്മുടെ അടുത്തോട്ട് വന്നോണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ പശു ഒന്നും നമ്മളെ ഒന്നും ചെയ്യാതെ നമ്മൾ ലൈറ്റായിട്ടങ്ങ് രക്ഷപ്പെട്ടപ്പോഴത്തേക്ക് നമ്മുടെ ലൈറ്റ് ഷോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ഷോയുടെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്നും എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. അടിപൊളി ഒരു കാഴ്ച തന്നെ, അതെല്ലാവരും ഇന്ന് കാണേണ്ടത് തന്നെയാണ്. ലേസർ ഷോയൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ആൻറ്റിമാരുടെയും ഷോ ആയിരുന്നു കേട്ടോ. കാരണം അമ്മ ഇപ്പോൾ യോഗ പഠിക്കുന്നുണ്ട്, പുള്ളിക്കാരത്തേക്ക് യോഗ സെൻറ്ററിൽ വന്നപ്പോൾ തൊട്ടങ്ങ് യോഗ ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ നേരം യോഗയും പരിപാടിയും ഡാൻസും ഇതിൻ്റെ എല്ലാം കോറിയോഗ്രാഫർ അമ്മയായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ യോഗയൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റേതായ ഒരു എന്താ പറയുക ആ ഒരു ഉന്മേഷം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നൊരു അബദ്ധം കൂടെ ചെയ്തായിരുന്നു കേട്ടോ. അമ്മ കണ്ണാടി കൊണ്ട് കളഞ്ഞായിരുന്നു. അങ്ങനെ കണ്ണാടി കൊണ്ട് കളഞ്ഞ് പിന്നെ അത് തേടി നടന്ന് കിട്ടാതെ എന്തുവായാലും കൂട്ടുകാടിയും ബഹളമായെന്ന് പറഞ്ഞാൽ മതിയല്ലേ. കൂട്ടുകാരി വേറെ ആരുമല്ല, ഞാനും അമ്മയാണ്. അതങ്ങനെയാണല്ലോ, എന്ത് പ്രശ്നം വന്നാലും അമ്മയും മോളും കണ്ണാടി കിടക്കുന്നത് കണ്ടോ ഉമ്മയുടെ കണ്ണാടി തറയിൽ, അതവിടെ കളഞ്ഞുപോയി. അതിനുശേഷം അത് എടുത്തിട്ടില്ല. അതാണ് സംഭവം നടന്നത് കേട്ടോ.
അങ്ങനെ കുറച്ച് പേരൊക്കെ അമ്പലത്തിനകത്ത് തൊഴാനൊക്കെ പോയിട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പോകാൻ പറ്റുമെങ്കിൽ കോയമ്പത്തൂരൊക്കെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പോകണം കേട്ടോ. വലിയ ഒരു സ്റ്റാച്ചു ഒക്കെ കാണുമ്പോൾ, അതേപോലെ തന്നെ ആ നൈറ്റ് ഷോ ഡെഫിനറ്റ്ലി കാണണം. അപ്പോൾ നൈറ്റ് ഷോയുടെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണേണ്ടവർ ഇതിൻ്റെ ഇടയ്ക്ക് അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോകും. അതേപോലെ എല്ലാവർക്കും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ പോയിട്ട് എൻ്റെ ചാനലിൽ നോക്കിക്കോട്ടോ. പൂജ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പേർക്കൊക്കെ താമരപ്പൂവൊക്കെ കിട്ടി കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് കാണിക്കുമായിരുന്നു എല്ലാവരും. നല്ല പോറ്റി കൊടുത്തതാന്നൊക്കെ പറഞ്ഞിട്ട് ബിന്ദു ആൻറ്റിക്ക്, അമ്മയ്ക്ക്, കിങ്ങിണിക്ക് 3 പേർക്കാണെന്ന് തോന്നുന്നു കേട്ടോ കിട്ടിയത്. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അഹങ്കാരം മൂത്ത് കണ്ടോ എനിക്ക് മാത്രം കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വീഡിയോ, ഫോട്ടോ അങ്ങനത്തെ പരിപാടിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ ബുക്ക് ചെയ്ത കാറിലും കുറച്ച് പേര് നമ്മുടെ കാറിലുമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്തെന്നിടത്ത് തിരിച്ചെടുക്കുന്ന ഒരു ഭയങ്കര ടാസ്ക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് മൊത്തം ഇങ്ങനെ പൊതഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ബാക്കി സ്ഥലത്തൊക്കെ ഇൻ്റർലോക്ക് ഇട്ടിട്ട് ഈ പാർക്കിങ് മാത്രമാണ് നമുക്കൊരു കുഴപ്പം വരുന്നത്. എൻ്റെ ദൈവമേ, ഇവിടുന്ന് എടുക്കാനേ പറ്റത്തില്ല. പല കാറും പോയിട്ട് ഇങ്ങനെ പൊതഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ചെടുക്കുമ്പോഴും കയറുമ്പോഴും അതുകൊണ്ട് തന്നെ അവർ പറയും ഇങ്ങനെ ആക്സിലേറ്റർ പ്രസ് ചെയ്ത് പെട്ടെന്ന് കയറി ഇറങ്ങിയാൽ വേണം. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പുതച്ചിലൊക്കെ താണ്ടിയൊക്കെ വരാൻ നമുക്ക് കുറച്ച് ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നേ ആൻറ്റിയൊക്കെ അങ്ങ് ചെന്നായിരുന്നു. നമ്മൾ പിന്നെ പുറവെയാണ് ചെന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ദീപാവലിയാണല്ലോ. ദീപാവലിയുടെ വീഡിയോ ഇത്ര ലേറ്റായിട്ട് ഇടുന്നാലും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ദീപാവലി ആയതുകൊണ്ട് തന്നെ കിങ്ങാമു ഇതേപോലെ പടക്കമൊന്നും പൊട്ടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടായി പോകുന്ന വഴിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് തീപ്പൊരി പോലത്തെ പടക്കമായിട്ട് വേണ്ട, അങ്ങനത്തെ ഇങ്ങനെ കൈപ്പൂത്തിരി ഉണ്ടല്ലോ അതൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാനും കിങ്ങാമു ഇറങ്ങിയിട്ട് അത് മേടിക്കുകയാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ, ഇവിടെ മാത്രമല്ല ചെന്നൈയിൽ, തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഈ ദീപാവലിയൊക്കെ സമയത്താണെങ്കിൽ അവിടെ അവരിങ്ങനെ പെട്ടെന്ന് നിറയെ ഇതേപോലത്തുള്ള കടകളൊക്കെ നിറയെ കാണും കേട്ടോ. അതുപോലെ ഭയങ്കര ആളുമാണ്. എനിക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ ബോക്സസിലാണ് കേട്ടോ. ഒരു ചെറിയ ബോക്സൊന്നുമല്ല, വലിയ കബോർഡ് ബോക്സിലൊക്കെയാണ് 10,000-20,000-ത്തിനൊക്കെയാണ് പടക്കമൊക്കെ മേടിച്ച് പൊട്ടിക്കുന്നത്. കാരണം അവരുടെ എന്താ പറയുക, അവരുടെ ഓണം പോലത്തെ ഒരു ഫെസ്റ്റിവൽ ആണല്ലോ ദീപാവലി. ഞങ്ങൾ ജസ്റ്റ് 3 കുഞ്ഞ് മറ്റേ പൂത്തിരി പോലത്തെ സംഭവം മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീട് എത്തിക്കഴിഞ്ഞ് ഓറിയോനെ എടുത്തു. പക്ഷേ ഓറിയോയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര ക്യൂട്ടായിട്ടാണ് വരുമ്പോണ്ടായിരുന്നു തിരിച്ച് വന്നതിന് ശേഷവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു സമാധാനമുണ്ട് കേട്ടോ, അവൻ എവിടെയെങ്കിലും നിന്നാലും കുഴപ്പമൊന്നുമില്ലാന്ന്. അത് കഴിഞ്ഞ് നമ്മൾ വാർപ്പിൻ്റെ മണ്ടയിൽ പോയിട്ട് പടക്കം പൊട്ടിക്കാന്ന് വെച്ചാൽ പാതി പേർക്കങ്ങ് ഭയങ്കര ക്ഷീണവും ഉറക്കമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ നമ്മൾ എന്തായാലും മേടിച്ചില്ലേ എന്നാണ് പൂത്തിരി കത്തിക്കാൻ വരെ. എൻ്റെ പൊന്നെ, അത് കത്തിച്ചെടുക്കാൻ തന്നെ പാടായിരുന്നു. കാരണം ഭയങ്കര കാറ്റ്, ഒരു വിധത്തിൽ തീപ്പെട്ടി കത്തിയത്തില്ല. ഞങ്ങൾ മെഴുകുതിരി കത്തും ഓഫാകും, മെഴുകുതിരി കത്തിക്ക് ഓഫാകും. എന്തുവായാലും ഒന്നും പറയണ്ട. ഒരു വിധത്തിൽ ബിന്ദുവിൻ്റെ വീണ്ടും താഴെ പോയി കത്തിച്ചോണ്ട് വരും, ഓഫായി പോകും. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു, ഒന്നും പറയണ്ട. ഞങ്ങളുടെ പൂത്തിരി കത്തിക്കാൻ തന്നെ ഞങ്ങളൊരു 1 hour എടുത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ നമ്മുടെ പൂത്തിരി കത്തിച്ചു കേട്ടോ. അങ്ങനെ പക്ഷേ ഇത് പൂത്തിരി പോലെ അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച് നമ്മൾ യൂഷ്വലി ദീപാവലിക്ക് കത്തിക്കുമല്ലോ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പരപരാന്നാവുന്നത്. ഇത് സംഭവം അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു ശാന്തനായ ഒരുത്തൻ ചുമ്മാ വെറുതെ ഒരു മെഴുകുതിരി പോലെ ഉണ്ടായിരുന്നുള്ളൂ. വിചാരിച്ചൊരു എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് കത്തി തീരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തുവായാലും ഒരു വലിയ പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ലാത്ത ഒരു പടക്കം പോലത്തെ ഒരു ദീപാവലി ആയിരുന്നു ഞങ്ങളുടേത്. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഒന്ന് വന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് ഞാനും കണ്ണനുണിയും ബിന്ദാൻ്റെയും കൊച്ചച്ഛനും ചേട്ടായും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ക്ഷീണമായി ഞങ്ങൾ കത്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഉറക്കമായി പോയി. അങ്ങനെ ഹാപ്പി ആയിട്ടൊരു ദീപാവലി തീർന്നു. അപ്പോൾ ഇത് അടുത്ത ദിവസം വെളുപ്പിനെയുള്ള സീനാണ് കേട്ടോ. അപ്പോൾ കണ്ണനുണ്ണിയും ബിന്ദാൻ്റെയും കൂടെ എറണാകുളത്ത് തിരിച്ചു പോകണം. അവർ 4:30 ട്രെയിനാണ് കേട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനും കൊച്ചച്ഛനും ചേട്ടായിയും ഓറിയോയും ആണ് ഇവരെ 2 പേരും കൂടെ കൊണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കോയമ്പത്തൂരുള്ള റെയിൽവേ സ്റ്റേഷനിലോട്ട് കൊണ്ടാക്കാൻ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ ട്രെയിനിന് സമയമായിട്ടില്ല. അപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചായയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ സ്വീറ്റ് മസ്താൻ അല്ലല്ലോ, ഏതോ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം അവർ 2 പേരും റെയിൽവേ സ്റ്റേഷനിലാക്കുകയാണ്. അപ്പോൾ ഇതേ ദിവസം വൈകിട്ടാണ് വെളിയത്തോട്ടുള്ള ആൾക്കാരെല്ലാം പോകുന്നത്. അവർ നേരിട്ട് കൊല്ലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ പറയുക, ഇന്നലത്തേക്ക് ക്ഷീണവും ഇത്രയും ദിവസത്തെ പൊള്ളിത്തരത്തിൻ്റെയൊക്കെ ഒരു ശാന്തതയായിരുന്നു. ആക്ച്വലി ശാന്തതയല്ലായിരുന്നു കേട്ടോ, ഒരു ടയേർഡ് ഡേ ആയിരുന്നു. പിന്നെ ഇന്നലത്തെ കണ്ണാടി പോയതിൻ്റെ ഡിസ്കഷനും അങ്ങനെയൊക്കെ ഒരു ഡേ. അത് രാത്രി ആയപ്പോഴത്തേക്ക് ഇനി ഇവരെ കൊണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ഇവരെ എന്താ പറയുക, അവിടുത്തെ സ്ട്രീറ്റ് ഫുള്ള് ദീപാവലിയുടെ പടക്കം പൊട്ടിച്ചിട്ട് സ്മോക്ക് കാരണം കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.
അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇതിനിടയ്ക്ക് ഞാനും കിങ്ങാമും കൂടെ ഒന്ന് ഇവിടെ ആക്ച്വലി ഒരു രാമീൻ കിട്ടുന്ന കടയുണ്ട്. അപ്പോൾ അവൾ ഇന്ന് വൈകിട്ടാണ് അവർക്ക് 9:30 അവർക്ക് പോകേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് പോവാലോ എന്ന് വിചാരിച്ച് ഞാൻ അവളോട് ഇറങ്ങിയതാണ്. പക്ഷേ എന്താ പറയുക, ഈ ദീപാവലി ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ രാമീൻ കടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിരാശരായിട്ട് തിരിച്ചു വന്നു. പിന്നെ എല്ലാവരും പോവാൻ റെഡിയാവുകയാണ് കേട്ടോ. അവരെല്ലാം പോവാൻ റെഡിയാവുകയാണ്. സ്ട്രീറ്റിൻ്റെ അവസ്ഥ ഇതാണ്. അത്രയ്ക്കും ആഘോഷമാണ് ഇവർക്ക്. ദീപാവലി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണെന്ന് മനസ്സിലായി. പുക കാരണം ബുക്ക് ചെയ്ത വണ്ടി പോലും ഈ സ്ട്രീറ്റിൻ്റെ അകത്തോട്ട് കയറുന്നില്ലായിരുന്നു. അങ്ങനെ അവർ അതുകൊണ്ട് തന്നെ സ്ട്രീറ്റിൻ്റെ അങ്ങ് മുന്നിലോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടായി അവരെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. നടന്നു പോവാതെ വേറെ വഴിയൊന്നുമില്ല. ഈ സ്ട്രീറ്റിനകത്തോട്ട് ഒരു ബുക്ക് ചെയ്ത വണ്ടികളും വരത്തില്ല. നമ്മുടെ വണ്ടി ഇറങ്ങാനും പാടാണ്. അപ്പോൾ അതാണ് അവസ്ഥ. കാരണം ഒരു സ്കൂട്ടർ പോകാൻ തന്നെ ഒരു വഴിയില്ലായിരുന്നു. ഞാനും ഇങ്ങനെയും കുറച്ച് മുമ്പ് പോയപ്പോൾ തന്നെ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പോകാൻ. അങ്ങനെ അവരുടെ കാറ് ബുക്ക് ചെയ്തതിനകത്ത് അവർ കയറുകയാണ്. അവർക്ക് 9:30 ട്രെയിനുണ്ട്. നാളെ രാവിലെ അങ്ങ് ചെന്നെത്തും. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ഒരു ഫുൾ ഫാമിലി ആയിട്ടുള്ള ഫുൾ പാക്ക്ഡ് ദീപാവലി ആയിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതേപോലത്തെ വ്ളോഗായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ ബൈ.